നമസ്കാരം. ചൈനയിലെ വുഹാനിൽ 5 വർഷം മുമ്പ് പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് മഹാമാരി ലോകമാകെ നിശ്ചലമാക്കിയാണ് കടന്നുപോയത്. ഇപ്പോഴിതാ ചൈനയിൽ വീണ്ടും മറ്റൊരു വൈറസ് വ്യാപനം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് ചൈനയിൽ വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ആശുപത്രികളും ശ്മശാനങ്ങളും നിറഞ്ഞിരിക്കുകയാണെന്നാണ് വിവരം. ചൈന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്താണ് ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് എന്നും എന്തൊക്കെയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങളെന്നും നോക്കാം. ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആണ് ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് അഥവാ HMPV. സാധാരണ സന്ദർഭങ്ങളിൽ ഇത് ചുമ അല്ലെങ്കിൽ ശ്വാസമുട്ടൽ, മൂക്കൊലിപ്പ് അല്ലെങ്കിൽ തൊണ്ടവേദന എന്നിവയ്ക്ക് കാരണമാകുന്നതാണ്. ചെറിയ കുട്ടികളിലും പ്രായമായവരിലും HMPV ഗുരുതരമായേക്കാം. പ്രതിരോധശേഷി കുറഞ്ഞവരിലും വൈറസ് ഗുരുതരമായി മാറും. ഒരു അപ്പർ റെസ്പിറേറ്ററി അണുബാധയാണ് HMPV. എന്നാൽ ഇത് ചിലപ്പോൾ ന്യൂമോണിയ, ആസ്മ, ഫ്ലെയറപ്പ് പോലുള്ള ലോവർ റെസ്പിറേറ്ററി അണുബാധകൾക്ക് കാരണമായേക്കാം. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ഉള്ളവരിൽ സ്ഥിതി വഷളാക്കാനും സാധ്യതയുണ്ട്. 2001 US സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ HMPV കണ്ടെത്തുന്നത്. രോഗം പടരാതിരിക്കാൻ കുറഞ്ഞത് 20 സെക്കൻഡെങ്കിലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ കഴുകണം. കഴുകാത്ത കൈകൾ കൊണ്ട് കണ്ണിലോ മൂക്കിലോ വായിലോ സ്പർശിക്കുന്നത് ഒഴിവാക്കണം. രോഗികളുമായി അടുത്ത സമ്പർക്കം ഒഴിവാക്കേണ്ടതാണ്. ജലദോഷം പോലുള്ള ലക്ഷണങ്ങൾ ഉള്ളവർ പുറത്തിറങ്ങുമ്പോഴോ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ മാസ്ക് ധരിക്കണം. നിലവിൽ HMPVക്ക് പ്രത്യേക ആന്റിവൈറൽ ചികിത്സയൊന്നും ഇല്ല. വാക്സിനും കണ്ടെത്തിയിട്ടില്ല. രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിനാണ് പരിചരണം കൊടുക്കുന്നത്. തീവ്രതയെ ആശ്രയിച്ച് രോഗത്തിന്റെ ദൈർഘ്യം വ്യത്യാസപ്പെടാം. സാധാരണ ഇൻകുബേഷൻ കാലയളവ് 3 മുതൽ 6 ദിവസം വരെയാണ്. കോവിഡിന് സമാനമായി ചുമ, പനി, ശ്വാസതടസ്സം, തൊണ്ടവേദന, ശ്വാസതടസ്സം തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ HMPVയും പ്രകടമാക്കും. 2024 ഏപ്രിലിൽ വൈറോളജി ജേർണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം അനുസരിച്ച് കോവിഡിന് ശേഷം ചൈനയിൽ ഹെനാനിൽ HMPV കേസുകൾ വർദ്ധിച്ചിട്ടുണ്ട്. 2023 ഏപ്രിൽ 29 ജൂൺ 5 ഇടയിൽ എല്ലാ ദിവസവും HMPV അണുബാധകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. രാജ്യത്തെ പകർച്ചവ്യാധികളുടെ വ്യാപനം സംബന്ധിച്ച് സൂക്ഷ്മമായ നിരീക്ഷണം നടത്തി വരികയാണെന്ന് കേന്ദ്ര ആരോഗ്യ വകുപ്പ് ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. ശ്വാസകോശ അണുബാധ വലിയ അളവിൽ പെരുകുന്നതായി 2024 ഡിസംബറിൽ ഒരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും തണുപ്പ് കാലത്ത് ശ്വാസകോശ അണുബാധ സാധാരണമാണെന്നും ഇത്തരം അണുബാധകൾക്കെതിരെ മുൻകരുതൽ എടുക്കണമെന്നും ചുമയോ പനിയോ ഉള്ളവർ മറ്റുള്ളവരുമായി അടുത്തിടപഴകുന്നത് ഒഴിവാക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. ചൈനയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരമുണ്ടായെങ്കിലും അധികൃതർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇൻഫ്ലുവൻസ എ, മൈക്കോപ്ലാസ്മ, ന്യൂമോണിയ, കോവിഡ് തുടങ്ങിയവയും പടർന്നു പിടിക്കുന്നതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കുട്ടികളെയും പ്രായമുള്ളവരെയുമാണ് ഈ വൈറസ് കാര്യമായി ബാധിക്കുക എന്നതാണ് വിവരം. ഫ്ലൂ ആയോ, ചുമ, ജലദോഷം, പനി, തുമ്മൽ എന്നിങ്ങനെയോ ആദ്യം ശരീരത്തിൽ കയറുന്ന വൈറസ് രോഗപ്രതിരോധ ശേഷി ഉള്ളവരിൽ പിന്നീട് ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ എന്നിവയിലേക്ക് കടക്കുമെന്നാണ് ആരോഗ്യ മേഖലയിലുള്ളവർ പറയുന്നത്.